നമ്മൾ മാഹിയിലാണ് ഉള്ളത്. മാഹി പള്ളിയുടെ തൊട്ട് മുന്നിലാണ്. നമുക്കൊപ്പം ശ്രീ എം മുകുന്ദനുണ്ട്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ മുകുന്ദേട്ടനെ കിട്ടിയതിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യം. മുകുന്ദേട്ട, ഇന്നലെ രാത്രി 11:30 വത്തിക്കാനിൽ മാർപ്പാപ്പ വിശുദ്ധ വാതിൽ തുറന്നത്. 25 വർഷത്തിന് ശേഷമാണ് ആ വിശുദ്ധ വാതിൽ തുറക്കുക എന്നാണല്ലോ ചരിത്രം. ഇതിന് മാർപ്പാപ്പ പറഞ്ഞത് ലോകമെമ്പാടും ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സന്മനസ്സുള്ള മനുഷ്യരായിട്ടിരിക്കാൻ കഴിയട്ടെ എന്നാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ മുകുന്ദേട്ടന് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ എന്താ ഉള്ളത്? അല്ല, എനിക്ക് രണ്ട് കാര്യം. ഒന്ന് ലോകത്തിൻ്റെ കാര്യം, ഒന്ന് നമ്മുടെ കാര്യം. ലോകത്തിൻ്റെ കാര്യം, ഇപ്പം യേശുദേവൻ ജനിച്ച് ജീവിച്ച നാടിലല്ലേ ഇപ്പം, ആ നാട്ടിലല്ലേ ഇപ്പം യുദ്ധം നടക്കുന്നത്. പ്രായമായവരും കുട്ടികളും സ്ത്രീകളും എല്ലാം മരിച്ചു വീഴുവാൻ. അതൊന്ന് അവസാനിച്ച് കാണണം. അടുത്ത വർഷം നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അപ്പോൾ യുദ്ധമുണ്ടാകരുത്. അതാണ് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം. നാട്ടിനെക്കുറിച്ചുള്ള സ്വപ്നം കുറേ ഉണ്ട്. അത് പറയാൻ പറ്റിയ സമയമല്ലേ? അതെ അതെ, ശരി. മാത്രമല്ല, വരുന്ന വാർത്തകൾ ആ അർത്ഥത്തിൽ നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളും അല്ല, ചില വാർത്തകൾ അല്ലേ? ഇല്ല, സന്തോഷം തരുന്ന വാർത്തകൾ ഇല്ല ഇപ്പോഴും. എനിക്കൊന്ന് ആളുകൾക്ക് ഇപ്പോൾ അത് വേണ്ടെന്നുള്ളതാണ്, സന്തോഷം തരുന്ന വാർത്തകൾ. എനിക്കൊന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റിൽ നോവൽ എഴുതി അല്ലേ, നൃത്തം എന്ന്. അപ്പം ഈ ഇൻ്റർനെറ്റ് കാലമാണല്ലോ. ഞാൻ രാവിലെയൊക്കെ വന്ന ആളുകളുമായിട്ട് നല്ല വർത്തമാനങ്ങൾ പറയാൻ ചില പോസിറ്റീവ് വാചകങ്ങൾ പറയുമായിരുന്നു മുകുന്ദേട്ട. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നത് ഏത് വാചകങ്ങളാണെന്നറിയാമോ? ബന്ധങ്ങളെക്കുറിച്ചുള്ള വാചകങ്ങളാണ്. അത് പ്രണയമാവാം, സൗഹൃദമാവാം, രക്തബന്ധമാവാം, പലതരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ആളുകൾക്ക് ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ ആശങ്കയും ആകുലതയും വർദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളില്ല ഇപ്പം നമ്മൾ മയ്യഴിക്കൽ ഇവിടെ ഇരിക്കില്ല. മുമ്പൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ കൂടെ നടന്നു പോകുമ്പോൾ ആരെയും കണ്ടു, വാ ഒരു ചായ കുടിക്കാന്ന് പറയും കേട്ടോ. അവിടെ എവിടെയെങ്കിലും പോയിരുന്നു ഒരു ചായ കുടിച്ച് വർത്താനൊക്കെ. ഇപ്പം മിണ്ടില്ല, കണ്ട് ഇങ്ങനെയായിട്ടങ്ങ് പോകും കേട്ടോ. അത് മിണ്ടലില്ല. അല്ലെങ്കിൽ മറ്റേ കയ്യിലെ മൊബൈലുണ്ടാവും, അവർ വെച്ചുകൊണ്ടാണ്. ബന്ധങ്ങളില്ല. അത് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. ബന്ധങ്ങളാണല്ലോ ഒരു സമൂഹത്തെ നിലനിർത്തുന്നത്. നമ്മൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, ആ ബന്ധങ്ങളൊക്കെ അറ്റുപോവുകയാണ്. ചിലത് സ്വാഭാവികമാണ്. കാര്യം നമ്മുടെ സാമൂഹിക ജീവിതം മാറുന്നു. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി വന്നു, ആളുകൾ യാത്ര ചെയ്തു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുന്നു എന്നൊരു ഫീലിംഗ് കൂടി വരിക. അതുണ്ട്. അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ മനസ്സിൽ പണ്ടെല്ലാം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണ് ചിന്തിച്ചത്. ഇപ്പം അത് പോയിട്ട് ഞാനായി കേട്ടോ. നമ്മളിപ്പോഴില്ല, ഞാനായി. അതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചുള്ള വലിയൊരു മാറ്റം. ഈ നമ്മളിൽ നിന്നല്ല, ഞങ്ങളിൽ നിന്ന് ഞാനിലേക്കുള്ള പരിവർത്തനം. അതാണ് അപകടം ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ചിന്തിക്കാൻ പഠിക്കണം നമ്മൾ എന്ന്. പക്ഷെ അതെങ്ങനെ എത്ര പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് കാര്യം. പണ്ടൊക്കെ ഇപ്പോൾ മുകുന്ദേട്ടൻ അറിയാലോ, മാഹിയിലാവുന്ന സമയത്തും മുകുന്ദേട്ടൻ എഴുതാൻ തുടങ്ങുന്നതിനും മുകുന്ദേട്ടനെ സഹായിച്ച ഒരുപാട് ഘടകങ്ങൾ മയ്യിഴിയിലുണ്ട്. അവർ കഥാപാത്രങ്ങളായി വന്നിട്ടുമുണ്ട്. ആ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആ സാഹചര്യങ്ങൾ തുലോം കുറയുന്നു അല്ലേ? ഈ ഒത്തുചേരുന്ന പൊതുവിടങ്ങൾ വളരെ കുറയുന്നൊരവസ്ഥ ഉണ്ടാവുന്നില്ലേ? അല്ല, അതിന് പല കാരണങ്ങൾ. എനിക്കൊന്ന് സമൂഹം വിഭജിക്കപ്പെട്ടു പോയി. മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ഉണ്ടല്ലോ അടിസ്ഥാനത്തിൽ. അതാണ് ഒരു വലിയൊരു കാരണം. ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇപ്പം മയ്യഴിയിൽ തന്നെ ഇപ്പം എന്നെ തന്നെ ആളുകൾ ഒരു കാലത്ത് എല്ലാവരും ഒരേപോലെ കണ്ടിരുന്നു. എനിക്കൊരു പുരസ്കാരം കിട്ടുമ്പം എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം അങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒരു വിഭാഗം വിട്ടു നിൽക്കും, ബോയ്ക്കോട്ട് ചെയ്യും. പൊളിറ്റിക്കലായിട്ടാണോ? അത് ഇവിടെ അത് പൊളിറ്റിക്കലായിട്ടാണ്. അത് ചിലപ്പോൾ പൊളിറ്റിക്കലായിരിക്കാം, ചിലപ്പോൾ മതത്തിൻ്റെ പേരിലായിരിക്കാം. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അത് അങ്ങനൊന്നും സ്വപ്നം പോലും ഒരുപക്ഷെ മുകുന്ദേട്ടൻ കണ്ടിട്ടുണ്ടാവില്ലല്ലേ? കണ്ടിട്ടില്ല. അപ്പോൾ അത് വലിയ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ്. അതായത് നമ്മൾ വിഭജിക്കപ്പെടുകയാണ്. പല അപ്പോൾ നമ്മൾ പല രീതിയിലും ഇങ്ങനെ വിഭജിക്കപ്പെടുകയാണ്. മുമ്പ് ഒരു മലയാളിയെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ പല മലയാളികളാണ്, പലതരത്തിലുള്ള മലയാളികൾ. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ പിന്നെ അത് വലിയ വിഷയമായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ അതിൽ മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് യേശുദേവനാണ്, കുരിശിൽ കിടക്കുന്ന യേശുദേവൻ. എൻ്റെ ഇന്നലെ രാത്രിയൊക്കെ എന്നെ മനസ്സിലതായിരുന്നു. യേശുദേവൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. ആ കുരിശിൽ കിടക്കുന്നവരുണ്ടല്ലോ, അതൊരു അത്ഭുതകരമായിട്ടുള്ള ദൈവമാണ് കേട്ടോ. ഈ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ
ക്രിസ്തുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഗാന്ധിയെ കുറിച്ച് നമ്മൾ ആലോചിക്കും, ഗാന്ധിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ബുദ്ധനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഇവരെല്ലാവരെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുകയും അവർക്കൊക്കെ വേണ്ടി നേരം കണ്ടെത്തുകയും ചെയ്ത മനുഷ്യരായിരുന്നല്ലോ ഇവർ. പക്ഷെ ഇപ്പോൾ സ്വന്തം വീട്ടിലുള്ളവരുടെ പോലും കാര്യം നോക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതായത് ഒരുപാട് പേർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചവരാണല്ലോ ക്രിസ്തു ആണെങ്കിലും, ഇനി കൃഷ്ണനാണെങ്കിലും അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും അവരൊന്നും അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലല്ലോ അല്ലേ? ബുദ്ധനായാലും അല്ലേ, യേശു ആയാലും എല്ലാം അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലേ, ഇപ്പം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലത്തിലേക്കാണ്. ഇത്തവണ ഈ 1924 സർവ്വമത സമ്മേളനം നടന്നതിൻ്റെ 100ാം വാർഷികം വത്തിക്കാനിൽ ഇത്തവണ ആഘോഷിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ കാലാനുവർത്തിയായി അതിരുകൾ കടന്നുപോയ ശ്രീനാരായണ ഗുരുവിനെ അത്രയൊക്കെ ആഘോഷിച്ചിട്ടും ഗുരുവിനെ വേണ്ടത്ര മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഗുരുവിനെ ആഘോഷിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഗുരുവിനെ മനസ്സിലാക്കാതെയാണ്. ഗുരുവിനെ ഒരു സമുദായത്തിൽ തളച്ചിട്ടില്ലേ, അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു തെറ്റ്. ഒരു സമുദായത്തിൻ്റെ ആളായിട്ട് ഗുരുവിനെ ചുരുക്കിയെടുത്തില്ലേ, അതാണ് ഗുരുവിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു. ശരിക്കും നമ്മളൊക്കെ ഒരർത്ഥത്തിൽ എത്ര ഭാഗ്യവാന്മാരാണല്ലേ തോന്നേട്ടാ. ഇപ്പോൾ ഗുരു ആണെങ്കിൽ ഒരു ഭാഗത്ത്, വാഗ്ഭടാനന്ദനാണെങ്കിൽ വേറൊരു വഴിക്ക്, ഇപ്പോൾ ചട്ടമ്പി സ്വാമി ആണെങ്കിൽ മറ്റൊരു വഴിക്ക്, അതേപോലെ അംബേദ്കർ, അങ്ങനെ ക്ഷമിക്കണം നമ്മുടെ അയ്യങ്കാളി, അങ്ങനെ ഒരുപാട് പേര്, ഇപ്പം പൊയ്കയിൽ അപ്പച്ചൻ, അങ്ങനെ ഒരുപാട് മനുഷ്യർ ജീവിച്ച് നമുക്ക് മാതൃകയായിട്ടും നമുക്ക് അവരെ ഒന്നും പിൻപറ്റാൻ പറ്റില്ല. അല്ല, എന്നിട്ടും നമ്മൾ നന്നായില്ല എന്നുള്ള അല്ല, ബുദ്ധനും യേശുവും മുതൽ ഇങ്ങോട്ട് നാരായണ ഗുരുവും ഇവരൊക്കെ അയ്യങ്കാളി ഇവരൊക്കെ ഉണ്ടായിട്ടും നമ്മൾ നന്നായിട്ടില്ല. ഇനി ആരാണ് നമ്മളെ നന്നാക്കുക? മാത്രമല്ല ഈ പുൽക്കൂടുകളൊക്കെ കണ്ടാലേ നമുക്കതിനെ ആക്രമിക്കാം എന്ന് തോന്നുന്ന ചിലര് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ഒരു പുൽക്കൂട് കണ്ടാൽ, ഒരു വിശുദ്ധ ദേവാലയം കണ്ടാൽ, ഒരു അമ്പലത്തിലെ ഉത്സവം കണ്ടാൽ, പുൽക്കൂട് കണ്ടാൽ അറിയാതെ നമ്മൾ തൊഴുതു പോകും. അതായിരുന്നു നമ്മുടെ മനസ്സ്. നമ്മളൊന്നും ചിന്തിക്കണ്ട, അത് കണ്ടാൽ നമ്മൾ തൊഴുതു പോകും. പക്ഷെ ആ മനസ്ഥിതി മാറിയില്ലേ? അത് എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. അത് ചിലപ്പോൾ വല്ലാതെ നിരാശ തോന്നും. വല്ല എനിക്കൊന്ന് പഴയ ഈ ചേഗുവാരൊക്കെ ചെയ്തത് പോലെ ഒരു ഒളിയുദ്ധം നടത്താൻ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഇവർക്കെതിരായിട്ട്. പക്ഷേ പ്രകടമായിട്ടുള്ള ഒരു യുദ്ധം സാധിക്കില്ല. അത് പക്ഷെ ആർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് നോക്കുമ്പോൾ ഇനി യുദ്ധം ചെയ്യാനായിട്ട് അമ്പെടുത്ത് നോക്കുന്ന സമയത്ത് മറ്റേ അർജുൻ്റെ അവസ്ഥയായിരിക്കും അല്ലേ? എല്ലാവരും കുറ്റവാളിയാണെന്നല്ല, എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും കുറ്റവാളികളുണ്ട് എന്നുള്ളതാണ്. അതായത് മൂത്തേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്ക് ഈ തിന്മകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തോന്നുമ്പോൾ അമ്പെടുത്ത് യുദ്ധം ചെയ്ത് വില്ലെടുത്ത് തൊടുക്കുമ്പോൾ ഇതിൽ ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ തേർത്തട്ടിൽ തളർന്നിരുന്നു അല്ലേ? അല്ല, എല്ലാവരിലും ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരിലും പിന്നെ ശത്രുക്കളുണ്ട്. ചിലപ്പോൾ എനിക്ക് നമ്മളിലും അവനവനിലും ഉണ്ടെന്നുള്ളതാണ്. നമ്മളെന്താ ഈ ഒരു ദുഷിച്ച ലോകം, ഈ ദൂഷ്യങ്ങൾ നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട്. അറിയാതെ ഉണ്ടോ, നമ്മളതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പലതും തിരിച്ചറിയാൻ കഴിയാത്തത്, പല ദൂഷ്യങ്ങളും. കാരണം നമ്മളതിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കണം. നമ്മൾ ഈ കലുഷമായ ലോകത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറാൻ പാടില്ല. അത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷെ മൂന്നേട്ട അത് എനിക്കൊരു സംശയം, എനിക്കൊരു ഭയവും. മൂന്നേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കൊരു വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ശബരിമലയിലെ വിഷയം മുതലാണ് പ്രത്യേകിച്ചും അത് വരുന്നത്. അതായത് നമ്മുടെ വീടുകളിലൊന്നും നമ്മൾ കാണാത്ത തരത്തിൽ ആളുകൾ പെരുമാറി തുടങ്ങുന്നു. നമ്മുടെ വീടകങ്ങളിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഗുരുവോ ഈ പറയുന്ന ചട്ടമ്പി സ്വാമിയോ അയ്യങ്കാളിയോ ഇവരാരും കയറിയിട്ടില്ല. എന്തിന് യേശുക്രിസ്തു പോലും ചിത്രങ്ങളായും പ്രാർത്ഥനകളായും അല്ലാതെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതെ അതെ, നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടുമില്ല. വീട്ടിൽ തന്നെ അത് നമ്മൾ മാറിയിട്ടില്ലല്ലോ. സൊസൈറ്റി മാറാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വീട് നവോത്ഥാനം നടന്നിട്ടില്ല. അല്ല, അത് ഇപ്പം ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ സമൂഹത്തെ ആകെ ഉടച്ചു വാർക്കണം. അപ്പം നമുക്ക് നേതൃത്വം നൽകാനും വഴികാട്ടാനും ആളില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ കൗമാരപ്രായത്തൊക്കെ ഉണ്ടല്ലോ, എനിക്കൊക്കെ നേതൃത്വം നൽകണം, വഴികാട്ടാൻ ആളുകളുണ്ടായിരുന്നു. പ്രാദേശികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഒരു അധ്യാപകൻ, ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ ചെരിപ്പിട നടക്കുന്ന ഒരു അധ്യാപകൻ കേട്ടോ, ആവേശവും ആ അധ്യാപകൻ്റെ കൂടെ നടക്കുക, അധ്യാപകൻ ലോകത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. ഈ ഫ്രാൻസിൽ നടക്കുന്ന സാർത്തറിൻ്റെ അസ്തിത്വവാദത്തെ പോലും പറഞ്ഞു തരുന്ന അധ്യാപകൻ, അങ്ങനെയുള്ള അധ്യാപകരാണ് നമ്മുടെ നാട്ടിൻ്റെ പിന്നെ ഒരു ആത്മീയ ശക്തി എന്ന് പറയുന്നത് അവരായിരുന്നു. ഇപ്പോൾ എത്ര അധ്യാപകരുണ്ടങ്ങനെ. എനിക്ക് തോന്നുന്നത് നമുക്ക് പറ്റിയ വലിയൊരു അപകടം ഈ നമ്മളെല്ലാം പ്രൊഫഷണലായി മാറുന്നുള്ളതാണ് കേട്ടോ. പഠിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ,
അത് പ്രൊഫഷണലായി. എന്നിട്ട് മാത്രമല്ല മാഷേ, ഇപ്പൊ കണ്ടില്ലേ ചോദ്യപേപ്പർ ചോരുന്നു. ചോദ്യപേപ്പർ അതുപോലെ നമ്മൾ ഈ പ്രൊഫഷണലിസ്റ്റാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ, പണ്ടെല്ലാം ഡോക്ടർ രോഗം മാറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഇന്ന് ഡോക്ടറും ഒരു പ്രൊഫഷണലാണ്. ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന ആവശ്യമില്ലാത്ത, അപ്പോൾ അവിടെയും പണം വരുന്നു. അങ്ങനെ പ്രൊഫഷണലാണ്. അധ്യാപകനായാലും എഴുത്തുകാരനായാലും ഞാൻ ചിലപ്പം വിചാരിക്കും ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത്, ഞങ്ങൾ എഴുത്തുകാരെയും കുറ്റപ്പെടുത്തണ്ടേ? എഴുത്തുകാരില്ല ഈ പറഞ്ഞ തരത്തിലുള്ള ആളുകൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് മുഖത്തായിട്ട് വിട്ടുതരികയാണ്, എനിക്കറിയാം. അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അങ്ങോട്ട് ചോദ്യം പ്രശ്നമാണ്. ഈ പ്രസാധകര്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഈ പ്രസാധകര് മാർക്കറ്റിംഗ് പല കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട് പല രീതിയിൽ. പക്ഷേ ഈ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായി എഴുത്തുകാരെ കൂടി അപമാനിക്കുന്ന രീതിയിൽ പ്രൊഫഷണലിസം ഈ മാർക്കറ്റിങ്ങിനെ പിടികൂടിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത കാലത്ത് പി ജയരാജന്റെ ഒക്കെ വിവാദം കേട്ടതാണ്. വിവാദമാക്കി വിൽക്കുക അല്ല, ഇപ്പോഴും എഴുത്തുകാരനെ സ്വാധീനിക്കുന്നത് പ്രധാനമായിട്ട് വിപണിയാണ്, മോഹിപ്പിക്കുകയാണ്, പ്രലോഭനങ്ങളാണ്. നമ്മളിപ്പോൾ ഓരോ ആഴ്ചയും ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കുക, അതൊക്കെ ഉണ്ടാക്കുന്ന എഴുത്തുകാരുടെ ഇടയിൽ മത്സരം ഉണ്ടാക്കുന്നത്. എനിക്ക് മറ്റയാളെ തോൽപ്പിക്കണം, ഇങ്ങനെയുള്ളൊരു രീതിയുണ്ടല്ലോ. പക്ഷെ അത് പിന്നെ ഈ വിപണിക്ക് നമ്മൾ വിധേയനാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പക്ഷെ അതിൽ അങ്ങനെ ഉണ്ടല്ലോ, ഈ വിപണിയൊക്കെ ചെറുത്ത് നിൽക്കണമെങ്കിൽ വലിയൊരു ആത്മബലമാണ്. അതുള്ളത് എംടിക്കാണ്. ഞാൻ മലയാളത്തിൽ കണ്ട ഒരേ ഒരു എഴുത്തുകാരൻ എല്ലാ പ്രലോഭനങ്ങളെയും ചെറുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങില്ല, സ്വന്തം ഇച്ഛാശക്തി. അതാണ് ഞാൻ അറിയാതെ MT-യിലേക്ക് വന്നു പോയത്. നേരത്തെ അവസ്ഥയിലാണ്. അപ്പോൾ അതാണ് ആവശ്യം നമുക്ക്, ഈ പ്രലോഭനങ്ങളെ ചെറുത്ത് നിൽക്കാൻ കരുത്തുള്ള എഴുത്തുകാരുണ്ടാകും. അപ്പം ഞാൻ തന്നെ പലരെയും വിമർശിച്ചില്ലേ, പലരെയും കുറ്റപ്പെടുത്തിയില്ല. അധ്യാപകരെ പറ്റി പറഞ്ഞു, ഡോക്ടർമാരെ പറ്റി പറഞ്ഞു. പക്ഷേ എഴുത്തുകാർക്ക് ഇതേ പങ്കുണ്ട്. ഒരു കാലത്ത് എഴുത്തുകാരായിരുന്നല്ലോ നമുക്ക് വഴികാട്ടിയിരുന്നവരല്ലേ? പഴയ കാലത്തൊക്കെ എവിടെ വേദനയുണ്ട് അവിടെ എഴുത്തുകാരൻ ചെന്ന് ശബ്ദിക്കുമായിരുന്നു. തകഴി, ആലപ്പുഴയിലെ തോട്ടികൾ, അവർ ഈ വിസർജനം ചുമന്ന് കൊണ്ടുപോകുന്നുണ്ട് വേദനിച്ച തോട്ടി. അവിടെ ചെന്ന് അവർക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതാണ് തോട്ടിയുടെ മകൻ, കേട്ടോ. അവരുടെ വേദന പങ്കിടുകയാണ്, അവരുടെ വേദന പങ്കിടുകയാണ് ചെയ്യുന്നത്. അതുപോലുള്ള എത്ര എഴുത്തുകാർ നമുക്ക് ഇന്നുണ്ട്. ഇല്ലേ? അത് പങ്കിടാനോ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനോ കഴിയുന്നില്ല. അപ്പം പണ്ടെല്ലാം നമ്മൾ പറയാറുണ്ട് ദന്തഗോപുരത്തിൽ ജീവിക്കുന്ന എഴുത്തുകാർ. വാസ്തവത്തിൽ ഇന്നാണ് ദന്തഗോപുരത്തിൽ ജീവിക്കുന്ന എഴുത്തുകാരുള്ളത്. ഒരു പരിധിവരെ പ്രസാധകർക്കും പങ്കുണ്ട്. പ്രസാധകരെ പഴയമട്ടയിൽ ഇന്ന് പ്രസാധകരും പ്രൊഫഷണലാവുകയാണ്, പുസ്തകം വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പഴയകാലത്ത് അങ്ങനെയല്ല. പഴയകാലത്ത് നല്ല പുസ്തകങ്ങൾ വിൽക്കുക എന്നുള്ളതായിരുന്നു. വില ചുരുങ്ങിയ വിലക്കൊക്കെ ഉണ്ട് നല്ല പുസ്തകങ്ങൾ പിന്നെ സമൂഹത്തിലെത്തിക്കുക. അങ്ങനെ ഉള്ള പ്രസാധകർ ഇപ്പോഴും ഇല്ല, ആരുമില്ല. എല്ലാ ഇടങ്ങളിലും നമ്മൾ ഈ പറയുന്ന പ്രൊഫഷണലിസം വന്നു കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്നെ വേദനിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ചിന്തയുടെ കാര്യം ഇടയ്ക്ക് വാർത്ത കൊടുത്തു. അതായത് ചിന്തയിൽ പ്രസിദ്ധീകരിക്കാൻ പോലും ഇടതുപക്ഷത്തെ നേതാക്കളിൽ പലർ പോലും ചിന്തയിൽ പോലും പ്രസിദ്ധീകരിക്കാൻ വിമുഖത കാണിക്കുന്നു. അതൊരു പാർട്ടിയുടെ പ്രസിദ്ധീകരണമാണെന്ന് പറയാം. ഇപ്പോൾ സാഹിത്യ പ്രവർത്തക സംഘമാണെങ്കിലും പുസ്തക പ്രസാധക സംഘമാണെങ്കിലും അതൊക്കെ ഇല്ലാതെ പോവുകയും പ്രൊഫഷണലിസം വന്ന് അവർക്കൊക്കെ താല്പര്യം മറ്റ് സ്ഥാപനങ്ങളാണ് അല്ലേ? അതുണ്ട്. അതുമാത്രമല്ല, ചില എഴുത്തുകാരുടെ ഉണ്ടല്ലോ, ഇപ്പം പലർക്കും പല സ്ഥലങ്ങളിൽ നിന്നും എഴുത്തുകാരോട് കഥയും ലേഖനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ അങ്ങനെ സങ്കല്പിക്കാം. ഇപ്പം ഒരു മുതിർന്ന എഴുത്തുകാരന് ഒരു കഥ എഴുതൽ 20,000 രൂപയ്ക്ക് ഇവിടെ കിട്ടും നമ്മുടെ ഭാഷയിൽ, കേട്ടോ. അപ്പോഴേ ഏതെങ്കിലും ഒരു ഇപ്പം മദ്രാസ് ചെന്നൈയിലുള്ള ഒരു സംഘടന, മലയാളിയോട് വലിയ സംഘടന എന്ന് വെച്ചാൽ അവരൊരു സോവനീർ പിന്നെ പ്രസിദ്ധീകരിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഥ വേണമെന്ന്. ഈ കഥാകൃത്ത് കൊടുക്കുമോ? കാരണം അപ്പുറത്ത് കൊടുത്താൽ 20,000 രൂപ കിട്ടും, കേട്ടോ. അതിലൊരു പ്രലോഭനത്തിൽ വീണു പോകും. അപ്പം അതുകൊണ്ട് എഴുതില്ല. അപ്പം ഇങ്ങനെ വന്നിട്ട് നമ്മുടെയൊക്കെ ഈ പണം എന്നുള്ളത് അതൊരു വലിയൊരു പ്രലോഭന ശക്തിയായി മാറിയിട്ടുണ്ട് എല്ലാവർക്കും. ഈ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയവും മാറിയിട്ടില്ല കുറേയൊക്കെ. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും നമ്മളൊക്കെ കരുതിയിരുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം ഈ മുതമാഷ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രൊഫഷണലിസത്തിൻ്റെ വരവോടുകൂടി അതും ഒരു പ്രൊഫഷനായി തീർന്നു. സംശയമില്ല. നമ്മളിപ്പോൾ പ്രൊഫഷണലിസത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ആദ്യം അത് വന്നത് രാഷ്ട്രീയത്തിലാണ്. ഒരിക്കലും ഒരു യുവ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു ഞാനിതിൽ നിൽക്കുന്നില്ല, ഞാനിതിലൊരു ഭാവി കാണുന്നില്ല.
കേട്ടോ. അയാൾ പറയാണ് ഭാവി കാണുന്നില്ല, ഇവിടെ നിന്നതുകൊണ്ട് എനിക്കൊരു ഗുണവുമില്ല എന്ന് ഭാവിയിൽ, അതുകൊണ്ട് ഞാനിതൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ എന്താണ്, ഒരു കാലത്ത് അങ്ങനെയായിരുന്നോ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്? അല്ലല്ലോ, ഒരു ഉൾവിളി കേട്ടുകൊണ്ടാണ് ഉള്ളിൽ അത് ഈ എഴുത്തുകാരൻ എങ്ങനെയാണോ എഴുതാൻ തോന്നുന്നത് അതേപോലെയാണ് രാഷ്ട്രീയം. അപ്പം നമുക്ക് ആരെയും പിന്നെ വേർതിരിച്ച് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആകെ ഒരു മാറ്റിപ്പണിയാണ് നമ്മുടെ ലോകത്ത്. ഇടതുപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ഏതു രാഷ്ട്രീയമാണെങ്കിലും ഈ പ്രൊഫഷണലിസം അവിടെയും ബാധിച്ചിട്ടുണ്ട്. അല്ല, രാഷ്ട്രീയത്തിൽ നിന്നാണ് തുടക്കം. നമ്മൾ ഈ പറയുന്ന പ്രൊഫഷണലിസം ഉണ്ട്. രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതാണ് നമ്മളെ കുറേയൊക്കെ അനാഥരാക്കുന്നത്. എനിക്ക് പോലും ആ ഒരു അനാഥത്വമുണ്ട്. ഒരു കാലത്ത് ഞാനിങ്ങനെ പിന്നെ EMS കണ്ടിരുന്നു. EMS ഒക്കെ നമുക്ക് വഴികാട്ടിയായിട്ട് പിന്നെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ല, ഇന്നങ്ങനെ ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് നമ്മൾ പറഞ്ഞ ആ പോയിന്റിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇപ്പം 100% പ്രതിബദ്ധതയുള്ള, മരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എത്ര നേതാക്കൾ ഇന്നുണ്ട്. അങ്ങനെ ഇല്ല, അതില്ലല്ലോ, നേതാക്കളില്ലല്ലോ. പിന്നെ പലപ്പോഴും ഒരു നേതാവാകുക എന്നുള്ളത് ഒരു നേതാവാകുക, അല്ലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിൻ്റെ മോഹം എങ്ങനെയെങ്കിലും ഒരു MLA എങ്കിലും ആവുക, അല്ലെ കുറച്ച് ഒരു മന്ത്രിയാവുക, ഇങ്ങനെയുള്ള മോഹങ്ങൾ വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു. അതായത് ഒരു ഏരിയ സെക്രട്ടറി, അയാൾക്ക് തുടരാൻ പറ്റിയില്ല എന്ന് കരുതി അയാൾ ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് പോവുക. അയാൾ വർഷങ്ങളോളം ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് മാത്രമല്ല, ആ പദവിയിൽ ഇരുന്നിട്ടും പാർട്ടിക്കോ ആളുകൾക്കോ അയാളെ മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പിന്നെ ഇതിനാണ് സംഭവിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഗുണമില്ല, അതുകൊണ്ട് അപ്പുറത്തേക്ക് ചാടുന്നു. ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടു പരീക്ഷ നൽകുന്ന ഇടങ്ങൾ പോലും. അത് പിന്നെ ചിലരുടെ ഇപ്പം പേരെടുത്ത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഇപ്പം ഞങ്ങളൊക്കെ ആരാധിച്ച അബ്ദുള്ള കുട്ടിയുണ്ട്, യുവത്വത്തിൻ്റെ പ്രതീകം. തീജ്വാലിയായിരുന്നു. ഇപ്പം എവിടെയാണ് അബ്ദുള്ള കുട്ടി ഉള്ളത്? എവിടെയാണ് ഇപ്പോഴുള്ളത്? ഇതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് പിന്നെ ഭാവിയില്ലാന്ന് കണ്ടാൽ അപ്പുറത്തേക്ക് പോവാം, അല്ലാതെ പ്രതിബദ്ധതയില്ല. ശരിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നിരാശയുടെ ഒരു ടോൺ പ്രേക്ഷകർക്ക് വേണ്ട. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് മാറ്റങ്ങൾ സംഭവിച്ചു എന്നതിലേക്ക്. ഒരു ചുരുക്കി ഞാൻ പെട്ടെന്ന് വിടാം. ഈ മയ്യഴിയിൽ നിൽക്കുമ്പോഴേ ഇപ്പൊ കുറേ വർഷങ്ങൾക്ക് ശേഷം മയ്യഴിയിലൂടെ നടക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിൽ വന്ന മാറ്റം ഏതാ? ഈ മാറ്റമുണ്ട്, മനുഷ്യർ തിരിഞ്ഞു പോകുന്നില്ല അഥവാ സംസാരിക്കുന്നില്ല എന്നൊരു മാറ്റമുണ്ട്. ഒരു മാറ്റം ഞാൻ കണ്ടത് ക്രിസ്മസ് ആണ്. ഇപ്പം പഴയ കാലത്ത് ഇങ്ങനെ ക്രിസ്മസിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഈ റോഡ് ഇതേ റോഡ് നമ്മുടെ മുമ്പിലുള്ള ഇതേ റോഡ് അങ്ങ് അറ്റത്തെ പോയാൽ അവിടെ ഒരു ബെർണാർ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ പാൻറ്റും കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബെർണാർ മാഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീടാണ്. ഞാനിങ്ങനെ നടന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ കേക്കിൻ്റെ മണം വരും കേട്ടോ. അപ്പോഴും ആ കേക്കിൻ്റെ മണം ഇന്നില്ല. എനിക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ മണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പ് കൂടെ നടക്കുമ്പോൾ കേക്കിൻ്റെ മണം. അപ്പോൾ ഇന്ന് അങ്ങനെ കേക്കിൻ്റെ മണം മായിലെ തെരുവുകളിലില്ല. ക്രിസ്മസ് അല്ല, അതിൻ്റെ കാരണം വീടുകളിൽ കേക്ക് ഉണ്ടാക്കുന്നില്ല. കേക്ക് ഉണ്ടാക്കുന്നത് മുഴുവനും ഇങ്ങനെ നമുക്ക് നമ്മുടെ തൊട്ട മുമ്പിലൊക്കെ ബേക്കറികളുണ്ട്. അപ്പോൾ അത് റെഡിമെയ്ഡായിട്ട് കിട്ടും. അപ്പം ക്രിസ്മസ് കേക്കിൻ്റെ മണമില്ലാത്ത ക്രിസ്മസാണിത് ഇപ്പോഴും. എനിക്കൊന്നും ഇപ്പൊ ഓണത്തിന് സദ്യ ഒരുക്കുമ്പോൾ ഒരു സുഖം പോലെ, കേക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പോലെ അതുണ്ട്. കേക്കിൻ്റെ മണമില്ലാത്ത ക്രിസ്മസ്, അതായത് റെഡിമെയ്ഡ് ആവും, ഇൻസ്റ്റന്റ് ആവുക, ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങി. അതെ, ഒരു കാലത്ത് അതൊന്നും സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. കേക്കിൻ്റെ മണമില്ലാത്ത ഒരു ക്രിസ്മസ് ഉണ്ടല്ലോ, നമുക്ക് എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത് സംഭവിച്ചു. അത് ഇപ്പം ഞാൻ കാണുന്ന വലിയൊരു മാറ്റമാണ്. വേറെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇനി കേക്കിന്റെ മണമുള്ള ഒരു ക്രിസ്മസ് കാലം കൂടി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മണം തിരിച്ചു വരട്ടെ, കേക്കിന്റെ മണമുള്ള ഒരു ക്രിസ്മസ് കാലം തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. അതേപോലെ MD തിരിച്ചു വരട്ടെ എന്നാണ് പ്രാർത്ഥന. MD പോയി കണ്ടിരുന്നു ആശുപത്രിയിൽ? അല്ലേ, എങ്ങനെയാണ് നമ്മുടെ അവിടെ പോവാ? എനിക്ക് പോകാൻ വയ്യ. അങ്ങനെ അവശനായി കിടക്കുന്ന നന്നായിട്ട് നമുക്ക് കാണാനും കഴിയില്ല, പ്രാർത്ഥിക്കാൻ മാത്രം കഴിയും. തിരിച്ചു വരട്ടെ എന്ന് കാണാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ലല്ലോ എന്നാണല്ലോ MD പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ശരി, MTയുടെ ഒരു വിഷയം തന്നെയാണല്ലോ കാത്തിരിപ്പ്. വാനപ്രസ്ഥം എന്നുള്ള കഥയിലൊക്കെ ഉണ്ട് അല്ലേ, കാലത്തിലുണ്ട് അല്ലേ, മഞ്ഞിലുണ്ട്, എല്ലാത്തിലും MD. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന എഴുത്തുകാരൻ ഒരാൾ MD ആയിരിക്കും. എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കും. പിന്നെ എല്ലാവരിൽ നിന്നും അകലം സൂക്ഷിക്കുക,
ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിൽ നിന്ന് പോലും അകലം സൂക്ഷിക്കുക. ഇപ്പം മരണത്തിൽ നിന്നും അകലം സൂക്ഷിക്കുകയാണ്. മരണത്തിൽ അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല കേട്ടോ. മുകുന്ദേട്ടൻ അങ്ങനെയാണോ? ഒരു എല്ലാവരോടും അടുക്കുമ്പോഴും ഒരകലം എപ്പോഴും ഒരു ഇടം? എനിക്ക് ഞാൻ എവിടെ പോയാലും ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് കടന്നു ചെല്ലുന്നൊരു സ്വഭാവമാണ് എൻ്റെത്. ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ പോയാലും ആ സ്ഥലമാണ് എൻ്റെ നാട് എന്നെനിക്ക് തോന്നും. ചെറിയ സ്ഥലങ്ങളിൽ വളരെ ദൂരെയൊക്കെ ഫ്രാൻസിലൊക്കെ ചെറിയ ഗ്രാമത്തിലൊക്കെ വരുന്നത്, ആ ഗ്രാമത്തിലൊക്കെ ഇതാണ് എൻ്റെ നാടെന്ന് എനിക്ക് തോന്നും. ഞാനിങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന ഒരാളാണ്. പിന്നെ പക്ഷേ ഇപ്പോഴും അതാണ് പ്രശ്നം. അധികം സൗഹൃദങ്ങളും ബന്ധങ്ങളുണ്ടല്ലോ, അത് വേറൊരു വിഷയമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ആളുകൾ വരും. നമുക്കൊന്ന് സ്വപ്നം കാണാൻ സമയമില്ല. അപ്പോൾ സ്വപ്നം കാണാൻ കഴിയുന്നൊരു കാലം വരട്ടെ, കേക്കിൻ്റെ മണമുള്ള ക്രിസ്മസ് കാലം വരട്ടെ എന്നുള്ളതാണ്. മുകുന്ദേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് തോന്നിയില്ലേ, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് മുകുന്ദേട്ടൻ പറഞ്ഞത്. അത് വളരെ മനോഹരമായിട്ടാണ് മുകുന്ദേട്ടൻ പറഞ്ഞതല്ലേ. പ്രൊഫഷണൽ ആവാൻ ഒരുപാട് കോച്ചിങ് സെൻ്റർ ഉണ്ട്, പക്ഷേ മനുഷ്യനാവാൻ കോച്ചിങ് സെൻ്ററിനില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. നിങ്ങൾ റിപ്പോർട്ടർ ചാനലുണ്ട്. താങ്ക് യു മുകുന്ദേട്ട. വലിയ വൈകാരികമായിട്ടാണ് മുകുന്ദേട്ടൻ ഇന്നിപ്പോൾ സംസാരിച്ചത് നമ്മളോട്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം സമയങ്ങളിൽ കുറച്ച് സമയമെടുത്ത് അതൊക്കെ ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ ഓട്ടത്തിനിടയിൽ നമ്മളിങ്ങനെ പാഞ്ഞു പോകുന്നതിനിടയിലൊക്കെ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ചില കേക്കിൻ്റെ മണം പോലെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന ചിലതുണ്ടാവുമല്ലോ അല്ലേ. അത് ഇനിയിപ്പോൾ ഫ്രാൻസിലേക്കൊരു യാത്ര പോകുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനാണ് ഇവിടെ ഒരു ആഗ്രഹമുള്ളത് മുകുന്ദേട്ടൻ പോകാനോ? എനിക്ക് സത്യം പറഞ്ഞല്ലേ, എനിക്ക് ആഫ്രിക്കയിൽ പോകാനാണ് ആഗ്രഹം. ആഫ്രിക്കയിൽ കുറേ ദൂരെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. അവിടെ വളരെ ചെറിയ രാജ്യങ്ങൾ. അവിടേക്ക് ഈ ഞങ്ങളുടെ നാട്ടുകാരുണ്ട്, ഇവിടുത്തെ ഫ്രഞ്ച് പൗരന്മാരുണ്ടായിരുന്നല്ലോ, അതായത് എന്നെപ്പോലുള്ള ആളുകൾ ഫ്രഞ്ച് പൗരത്വമുള്ളവർ. അവരൊക്കെ പിന്നെ പഴയ കാലത്ത് ഫ്രഞ്ച് പട്ടാളത്തിലൊക്കെ ചേർന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, ചെറിയ സ്ഥലങ്ങളിലൊക്കെ. അവിടെയൊക്കെ അവർ വേരുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണമെന്ന് എൻ്റെ ആഗ്രഹം. യൂറോപ്പും അമേരിക്കയിലും ഞാൻ കുറേ കണ്ടു, അതിൽ നിന്ന് കുറേ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ ജൈവമായിട്ടുള്ള സ്ഥലം ആഫ്രിക്ക ഇങ്ങനെയൊക്കെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാമേ. സച്ചിദാനന്ദ മാഷ് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. സച്ചിദാനന്ദ മാഷ് പറഞ്ഞ ഒരു കാര്യം പിന്നീട് ഇപ്പോൾ സച്ചിദാനന്ദ മാഷിന് പൊതുപരിപാടികൾക്കില്ല എന്ന് പറഞ്ഞു. തുറന്നുള്ള സ്ഥലങ്ങളിൽ ഞാൻ സംസാരിക്കാനില്ല എന്നൊരു നിലപാടുണ്ട്. അല്ല, എഴുത്തുകാർ പിന്നെ എനിക്കൊന്ന് അമിതമായിട്ടുള്ള എക്സ്പോഷർ ആവശ്യമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും എഴുത്തുകാരെ വിളിക്കുക അത് നല്ലൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഞാൻ ലോകത്തിലെവിടെയും കണ്ടിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ, ഒരു ചാനൽ അല്ലെങ്കിൽ മറ്റ് പത്രങ്ങളുടെ പ്രതിനിധികൾ അവരെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കാൻ കേട്ടോ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും അത് എഴുത്തുകാരോടാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ എഴുത്തുകാരോട് ചോദിക്കുന്നു, എത്രയോടെ പ്രതികരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ലോകത്തിലെവിടെയും കാണില്ല. നമ്മൾ പറയുന്ന വലിയ പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ പിന്നെ ഇനി ഒരു രാഷ്ട്രപതി അവിടെ ഒരു പ്രസിഡന്റിനെ കൊന്നാൽ തന്നെ ഏതെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ടർ പോയിട്ട് അവിടുത്തെ എഴുത്തുകാരനോട് നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറയില്ല. അപ്പം അത്രയും എഴുത്തുകാരിൽ വിശ്വാസമുണ്ട് ഇവിടെ. എഴുത്തുകാരന് അത്ര വലിയ സ്ഥാനമുണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിസരത്തിൽ എഴുത്തുകാരന് ഒഴിഞ്ഞു മാറി നിൽക്കാനും മൗനിയാകുവാനും സാധിക്കില്ല. അത് നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴിയുന്നത്ര ഇങ്ങനെ ഈ മീറ്റിങ്ങുകളിലൊക്കെ പോവുകയും ഉൾനാടുകൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോഴേ അവർക്ക് എന്ത് സന്തോഷമാണെന്ന് പറയും. അവരൊക്കെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നെ ചായയും പലഹാരങ്ങളൊക്കെ തരും. ആ ഒരു സന്തോഷമുണ്ടല്ലോ. പക്ഷേ പ്രായമാകുന്നു, പിന്നെ എനർജി കുറയുന്നു. അങ്ങനെ പ്രായമാകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുന്നുണ്ടോ? അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സില്ല. പ്രായം എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. എനിക്ക് പിന്നെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് വാർദ്ധക്യം ഭയമായിരുന്നു. പക്ഷെ ഇപ്പം വാർദ്ധക്യം വന്നപ്പോൾ സന്തോഷമാണ്. എന്തുകൊണ്ടാണെന്നറിയോ, നമുക്ക് ഇനി ഒന്നിനും വേണ്ടി യുദ്ധം ചെയ്യേണ്ട. നമുക്ക് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള നമുക്ക് കുറച്ച് പൈസ ഉണ്ടായി, നമ്മൾ ഒരു റിട്ടയർ പൈസ ഉണ്ടായി, പിന്നെ കുടുംബം ഉണ്ടായി, മക്കളൊക്കെ ഒരു വഴിക്കായി, ഒരു വീട് വെച്ചു. അപ്പോൾ ഇനി നമ്മൾ സ്വതന്ത്രനാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള സമയം മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കേക്ക് തിന്നും സ്വപ്നം കണ്ടും ജീവിക്കാം. അതിന് വാർദ്ധക്യമാണ് നല്ലത്. അതുകൊണ്ട്
വിഷമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ എന്താണ് ആ വാർത്തയ്ക്കും ഏറ്റവും സുന്ദരമാവട്ടെ മുന്തേട്ട. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്നേഹം ഹൃദയത്തിൽ നിന്ന്, ഒപ്പം ആശംസകളും പ്രാർത്ഥനകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുന്തേട്ടനെ യാത്ര അയക്കുകയാണ്, അഥവാ മുന്തേട്ടൻ്റെ നാട്ടിൽ നിന്ന് നമ്മളെ മുന്തേട്ടനെ യാത്ര അയക്കുകയാണ്. മയ്യഴിയുടെ സ്നേഹവും മയ്യഴിയുടെ ബന്ധവും ഒക്കെ ഇപ്പോഴും ഉള്ളിൽ ഒരുപാട് സൂക്ഷിച്ച് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞു. ഒരർത്ഥത്തിൽ തിരുപ്പിറവി ആവുമ്പോഴും കണ്ണീരോടുകൂടി ആണല്ലോ നമ്മൾ ആനന്ദം ഉണ്ടാവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു മനുഷ്യന് സന്തോഷം ഉണ്ടാവുമ്പോഴേ കണ്ണീരും പുഞ്ചിരിയും വരുന്ന നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായൊരു നിമിഷം എന്ന് പറയുന്നത്. അതങ്ങനെ ഉണ്ടാവില്ല, വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അതുണ്ടാവുള്ളൂ. അത് ശരിയാണ്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം വരുമ്പോൾ നമ്മൾ കരയും, അതേസമയം തന്നെ ചുണ്ടിൽ പുഞ്ചിരിയും ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു കാലം വരുമോ? അങ്ങനെ അതാണ് ആ കാലം വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, താങ്ക് യു ഒരിക്കൽ കൂടി. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.